നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച പി മമ്മിക്കുട്ടി MLA ഷൊർണൂർ കണയംകാവ് പറമ്പ് റോഡ് നാടിന് സമർപ്പിച്ചു. കുന്നംകുളം തുരുത്തിക്കാട് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റത് കീഴൂർ സ്വദേശി അതുലിന്. സംഭവത്തിൽ 7 പേർ പോലീസ് കസ്റ്റഡിയിൽ. തൃശൂർ ജില്ലയിലെ CBSE സ്കൂളുകളുടെ കൂട്ടായ്മയിൽ യോഗാസന ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് 165 വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം നിർവഹിച്ചു. MLAയുടെ 2024-25 വർഷത്തെ ആസ്തി വികസന MLA ADF ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഷൊർണൂർ നഗരസഭയിലെ നെടുങ്ങോട്ടൂർ വിളക്കത്തല റോഡ് കോൺക്രീറ്റ് ചെയ്യലും നിർമ്മാണം പൂർത്തിയാക്കിയ ഡ്രൈനേജ് പ്രവൃത്തിയുടെ ഉദ്ഘാടനവും MLA പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഫലകം അനാച്ഛാദനം ചെയ്തു. ആ നിലയിൽ ഈ റോഡ് പൂർണ്ണമായി ഗതാഗത യോഗ്യമായി റോഡ് നാശാവാതെ നിലനിർത്തി പോകുന്നതിന് വേണ്ടി ഡ്രൈനേജ് സിസ്റ്റവും അതുപോലത്തെ ഒരു കൾവർട്ടും ആവശ്യമാണ് എന്ന ഈ നാട്ടുകാരുടെ, ഈ റോഡ് ഉപയോഗിക്കുന്ന ജനങ്ങളുടെ പുറകാലത്തെ ആവശ്യം നിങ്ങളുടെ ജനപ്രതിനിധി മുഖേന ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനു വേണ്ടിയുള്ള ഫണ്ട് നീക്കിവെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലറും ഡെപ്യൂട്ടി ചെയർപേഴ്സണുമായ P സിന്ധു സ്വാഗതം പറഞ്ഞു. മധുര വിതരണവുമുണ്ടായിരുന്നു. ഷൊർണൂർ നഗരസഭയിലെ കണയം പ്രദേശത്തെ കൈനിപ്പാലം റോഡ് നാടിന് സമർപ്പിച്ചു. പി മമ്മിക്കുട്ടി MLAയുടെ 2022-23 വർഷത്തെ MLA SDF ഫണ്ട് വിനിയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. 10 ലക്ഷം രൂപ ചെലവിലായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ. MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഫാത്തിമത്ത് ഫർസാന സ്വാഗതം പറഞ്ഞു. മധുര വിതരണവും ഉണ്ടായിരുന്നു. MLAയുടെ 2023-24 വർഷത്തെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ച് കുളപ്പുള്ളി സൊസൈറ്റി ചിന്താമണി ജംഗ്ഷനിൽ അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം MLA നിർവഹിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അത് എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജനകീയ സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയുണ്ട്. നമുക്ക് പൊതുപ്രസ്ഥാനം എന്ന നിലക്കുള്ളൊരു സംവിധാനമുണ്ട് നമുക്ക്. അങ്ങനെ പൊതുപ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വരുന്ന വിഷയങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ മുഖേന ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പൊതുവായി നാട്ടിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ ആവശ്യവും അത്യാവശ്യവും നോക്കി മുൻഗണന കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചു വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കേരള സംസ്ഥാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. 4ാം വാർഡ് കൗൺസിലർ MK ശരത് സ്വാഗതം പറഞ്ഞു. CPM കുളപ്പുള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N ജയപാൽ സംസാരിച്ചു. MLAയുടെ 2023-24 വർഷത്തെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ച് ശാന്തിതീരം ശ്മശാനം റോഡിന്റെ പ്രവേശന ഭാഗത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും MLA നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ND ദിൻഷാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ കണയംകാവ് പറമ്പ് റോഡ് നാടിന് സമർപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഇവിടുന്ന് അതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫണ്ട് നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അത് മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റി. പക്ഷേങ്കിലും ഫണ്ട് വിനിയോഗിക്കാൻ സാധ്യമായ വിധത്തിൽ തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ വാർഡ് മെമ്പർ അതിനുവേണ്ടിയുള്ള വഴി കണ്ടെത്തുകയും അത് ഇവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ശനിയാഴ്ച വൈകുന്നേരം ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഫാത്തിമത്ത് ഫർസാന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രദേശവാസികൾ, നാട്ടുകാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മിഠായി വിതരണവുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കുന്നംകുളം തിരുത്തിക്കാട് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കീഴൂർ സ്വദേശി അതുലിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ 7 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ എടുത്തു.
തിരുത്തിക്കാട് ബണ്ടിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. തിരുത്തിക്കാട് സ്വദേശികളായ 3 പേർ ബൈക്കിൽ പോകുമ്പോൾ കീഴൂർ റോഡ് സൈഡിലുണ്ടായിരുന്നവരുമായി വാക്കുതർക്കമുണ്ടാവുകയും ഇതേ തുടർന്നുള്ള വെല്ലുവിളിയാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ കീഴൂർ സ്വദേശികളായ 7 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കീഴൂർ സ്വദേശികളായ ആദിത്യൻ, അതുൽ, മോഹൻദാസ്, ഭാവദാസ്, വിഷ്ണു, ലിബിൻ, അതുൽ എന്നിവരും തിരുത്തിക്കാട് സ്വദേശികളായ പ്രണോയ്, ആദർശ്, നന്ദു എന്നിവരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. കീഴൂർ സ്വദേശി അതുലിന് ഇടതു നെറ്റിക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ജില്ലയിലെ CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായ ജില്ലാ സഹോദയ കോംപ്ലക്സ് യോഗാസന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ദേവമാതാ സ്കൂളിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് നാച്ചുറോപ്പതി ഡോക്ടർ അഖില വിനോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സഹോദയ പ്രസിഡന്റ് ഡോക്ടർ M ദിനേശ് ബാബു പതാക ഉയർത്തി. ദേവമാതാ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോയ്സ് എൽവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 165 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ കൂടുതൽ വനിതാ ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പാക്കാനും മഹിളാ മോർച്ച സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനും കുളപ്പുള്ളിയിൽ ചേർന്ന മഹിളാ മോർച്ച സംസ്ഥാന ശില്പശാലയിൽ ആഹ്വാനം. കൂടുതൽ വനിതകളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനും ലക്ഷ്യമുണ്ട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു പ്രധാനമായും മഹിളാ മോർച്ച സംസ്ഥാന നേതൃത്വതല ശില്പശാല കുളപ്പുള്ളിയിൽ ചേർന്നത്. സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട സ്ത്രീകളെ പാർട്ടിയോട് അടുപ്പിക്കാനും ശില്പശാലയിൽ ലക്ഷ്യമിടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പാർട്ടി വനിതാ ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഉറപ്പാക്കാനും മഹിളാ മോർച്ച സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താനും ശില്പശാലയിൽ ആഹ്വാനം. കുളപ്പുള്ളിയിലെ ഗസീബോ ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാന ശില്പശാല BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മോദിയുടെ ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും സംസ്ഥാന സർക്കാരിൻ്റെ ദുർഭരണത്തെ രൂക്ഷമായും വിമർശിച്ചായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ പ്രസംഗം. മാറി മാറി ഭരണത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും കേരളത്തിൻ്റെ നിയമസഭ കൂടുന്ന സമയത്ത് നമ്മൾ കാണാം, എവിടെയെങ്കിലും അല്പം ചില സ്ഥലങ്ങളിൽ മാത്രം ചില കസേരകളിൽ മാത്രം ഇന്നും സ്ത്രീകൾ, അത് മാർക്സിസ്റ്റ് ആകട്ടെ കോൺഗ്രസ് പ്രസ്ഥാനമാകട്ടെ, ഭരിക്കാൻ അവർക്ക് അവരുടെ മുഖ്യമന്ത്രിയെ കിട്ടിയ സമയത്ത് പോലും കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ഉന്നതമായിട്ടുള്ള പ്രവൃത്തിയിലാണല്ലോ ഔന്നത്യം, ഉന്നതമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാനുള്ള വേദികളിൽ മന്ത്രിമാരായി സ്ത്രീകളെ കാണുന്നില്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമാണ്. വിവിധ ജില്ലകളിൽ നിന്നായി 200-ലേറെ പേർ ശില്പശാലയിൽ പങ്കെടുത്തു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് അധ്യക്ഷയായി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് മിഷൻ 2020-25 അവതരിപ്പിച്ചു. പ്രൊഫസർ VT രമ ടീച്ചർ മാർഗനിർദ്ദേശം നൽകി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, ഡോക്ടർ പ്രമീള ദേവി, സിനി മനോജ്, ശ്രീജ C നായർ, അഞ്ജന രഞ്ജിത്ത്, വേണു സുരേഷ്, സിന്ധുമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോൺഗ്രസിൽ നിന്നും വിട്ട് ഇടതുചേരിയോട് അടുപ്പത്തിലായ മുൻ MLAയും മുൻ DCC പ്രസിഡന്റുമായ AV ഗോപിനാഥന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്വതന്ത്ര വികസന മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു. LDFുമായി അടുത്ത ഗോപിനാഥിന് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻപത്തേക്കാൾ നില മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. കോൺഗ്രസുകാരും മുഖം രക്ഷിക്കാനുള്ള തീവ്രയത്നത്തിലാണ് ഇവിടെ. 35 വർഷത്തോളമായി കോൺഗ്രസ് ഭരണത്തിലുള്ള പഞ്ചായത്താണ് പെരിങ്ങോട്ടുകുറിശി. കോൺഗ്രസ് വിട്ട ശേഷം ആദ്യമായി നേരിടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിച്ഛായയ്ക്ക് ഒട്ടും മങ്ങലേൽക്കാതെ നിലനിർത്തുക എന്നത് ഗോപിനാഥിനും പുതിയ പാർട്ടിക്കും ബാധ്യതയാണ്. പെരിങ്ങോട്ടുകുറിശി സെന്ററിൽ പഞ്ചായത്ത് കോംപ്ലക്സിൽ IDFന്റെ പുതിയ ഓഫീസ് സജ്ജീകരിക്കുന്ന തിരക്കിലാണ്. കഴിഞ്ഞ ദിവസം പരുത്തിപ്പുള്ളി കരിങ്കുളം സെന്ററിൽ AV ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്ന കോൺഗ്രസ് കൊടിമരം വെള്ളക്കളർ പെയിന്റടിച്ച് IDFന്റെ പതാക സ്ഥാപിച്ചിരുന്നു. LDFുമായി അടുത്ത ഗോപിനാഥിന് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുമ്പത്തേക്കാൾ നില മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമായിട്ടുണ്ട്. മുമ്പത്തേതിൽ നിന്നും താഴോട്ട് പോയാൽ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ പ്രഹരമായി തീരും. കോൺഗ്രസുകാരും മുഖം രക്ഷിക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ് ഇവിടെ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും പദ്ധതി പ്രവൃത്തികൾക്ക് തുടക്കമായി. ഷൊർണൂർ നഗരസഭയുടെ പ്രധാന പ്രോജക്റ്റുകളിലൊന്നാണ് ഇത്. 20 കോടി രൂപയുടെ പദ്ധതിയാണിത്. പദ്ധതി പൂർത്തീകരിക്കാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 2024-25 സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ട് പദ്ധതിയുടെ ഭാഗമായി
കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തയ്യാറാക്കിയിട്ടുള്ള നിള റിവർ ഫ്രണ്ട് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിലെ ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവുമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. മൈനർ ഇറിഗേഷനാണ് നിർവഹണ ഏജൻസി. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 11 മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചിരുന്നു. ഇതുപ്രകാരം ഷൊർണൂർ ഭാരതപ്പുഴയിൽ പദ്ധതിയുടെ പ്രവൃത്തികൾ ആരംഭിച്ചു. ആകെ 20 കോടി രൂപയാണ് പദ്ധതിക്കായി വരുന്നത്. ആദ്യഘട്ട പ്രവൃത്തികൾക്ക് 5 കോടി രൂപ ഇതിനകം അനുവദിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് വിലയിരുത്താനായി ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശും അധികൃതരും സ്ഥലം സന്ദർശിച്ചിരുന്നു. മഴ മാറിയെന്നാൽ പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ശ്രമം. എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് STVയോട് പറഞ്ഞു. ഏതാണ്ട് ഒരു 2 മാസത്തോടു കൂടി നല്ലൊരു ഘട്ടം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഴ ഉപദ്രവിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ടുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ച്, ഷൊർണൂരുകാരെ സംബന്ധിച്ച് ഒരു നല്ല അച്ചീവ്മെന്റ് കൂടിയാണ് ഭാരതപ്പുഴ റിജുവിനേഷൻ ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്റ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ സഹകരണവും ഉണ്ടാകണം. ഷൊർണൂർ നഗരസഭയുടെ സുപ്രധാനമായ ഒരു പ്രൊജക്റ്റാണ് ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ICDS ബാലസഭ കലോത്സവം സംഘടിപ്പിച്ചു. കുഞ്ഞാറ്റക്കിളികൾ എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ICDSന്റെ നേതൃത്വത്തിൽ 5 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് ബാലസഭ കലോത്സവം സംഘടിപ്പിച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ ലക്ഷ്മി സുധാകർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പാലക്കാട് ജില്ലാ ICDS സെൽ പ്രോഗ്രാം ഓഫീസർ മിനിമോൾ TV, സ്റ്റാർ സിംഗർ ഫെയിം ഭവിൻ വിനോദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, വാർഡ് മെമ്പർമാരായ വിനീത PU, വിജിത A, ധന്യ PB, സൗദ സലീം, ഗംഗാധരൻ P എന്നിവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർ N രാധ നന്ദി പറഞ്ഞു. ചടങ്ങിൽ ഭവിൻ വിനോദിനെ ആദരിച്ചു. 2023 ഗ്ലോബൽ എക്സലൻസി ഫിലിം മികച്ച കവിതാ പുസ്തകം അവാർഡ് ജേതാവായ ICDS സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ രചിച്ച ലക്ഷ്മിയുടെ കവിതകൾ, പുള്ളിപ്പൂമ്പാറ്റ എന്നീ പുസ്തകങ്ങൾ ഭവിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോതകൃഷി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും ഭാഗവത സപ്താഹയജ്ഞവും നടക്കും. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെ നടക്കുന്ന ആഘോഷ പരിപാടികളെക്കുറിച്ച് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. സെപ്റ്റംബർ 22 തിങ്കളാഴ്ച വൈകുന്നേരം 4:30 നവരാത്രി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ നിർവഹിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ ചെയർമാൻ ദണ്ഡവാണി മാസ്റ്റർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വൈകുന്നേരം 6 മുതൽ ഡോക്ടർ പ്രശാന്ത് വർമ്മ നയിക്കുന്ന മാനസ ജപലഹരി അരങ്ങിലെത്തും. 2025 ചേറമ്പറ്റ ദേവി പുരസ്കാരം ഡോക്ടർ പ്രശാന്ത് വർമ്മയ്ക്ക് നൽകി ആദരിക്കും. 23 വൈകുന്നേരം 4:30 ആചാര്യവരണത്തോടെ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമാകും. ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സായാഹ്നങ്ങളിൽ
വിശേഷ കലാസാംസ്കാരിക പരിപാടികളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശ്രീ ചെറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ 2025 നവരാത്രി ആഘോഷവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ഈ വരുന്ന സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 കൂടിയ ദിവസങ്ങളിൽ ഭക്തിസാന്ദ്രമായി ആഘോഷിക്കുകയാണ്. അതിൻ്റെ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരിയാണ്. 22-ാം തീയതി വൈകുന്നേരം 4:30 നടക്കുന്ന ഉദ്ഘാടന സദസ്സ് ഗന്ധർവ ഗാനരചയിതാവ് അനശ്വര കവി വയലാർ രാമവർമ്മയുടെ മകൻ പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യുകയാണ്. അന്ന് വൈകുന്നേരം തന്നെ 6 മണിക്ക് ഡോക്ടർ പ്രശാന്ത് വർമ്മ അവതരിപ്പിക്കുന്ന മാനസ ജപലഹരി എന്ന സംഗീത പരിപാടി ഉണ്ടായിരിക്കും. അതിൽ വെച്ച് അദ്ദേഹത്തിന് ഈ വർഷത്തെ ശ്രീ ചെറമ്പറ്റ ദേവി പുരസ്കാരം സമർപ്പിക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുജേഷ് എസ് ഉണ്ണി, നവരാത്രി സ്വാഗത സംഘം ചെയർമാൻ സുധീർ പടിയത്ത് പറമ്പിൽ, ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KP ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് P മമ്മിക്കുട്ടി MLA. ഷൊർണൂർ കണയംകാവ് പറമ്പ് റോഡ് നാടിന് സമർപ്പിച്ചു. കുന്നംകുളം തുരുത്തിക്കാട് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്ക്. പരിക്കേറ്റത് കീഴൂർ സ്വദേശി അതുലിന്. സംഭവത്തിൽ 7 പേർ പോലീസ് കസ്റ്റഡിയിൽ. തൃശൂർ ജില്ലയിലെ CBSE സ്കൂളുകളുടെ കൂട്ടായ്മയിൽ യോഗാസന ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് 165 വിദ്യാർത്ഥികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.